ഇസ്രായേലിനെ മോശ നയിച്ചതുപോലെ മിശിഹാനാഥൻ നമ്മെ നയിക്കും യാത്ര. ഇസ്രായേലിനെ മോശ നയിച്ചതുപോലെ മിശിഹാനാഥൻ നമ്മെ നയിക്കും യാത്ര. മരുഭൂച്ചൂടിൽ തളരും മനസ്സുകളിൽ സ്നേഹത്തെളിനീർ പെയ്തിറങ്ങും യാത്ര. പുറപ്പാട് പുറപ്പാട് പുറപ്പാട്. സ്നേഹമുള്ള ശാലോം പ്രേക്ഷകരെ, ഹൃദ്യമായ സ്വാഗതം. നമ്മുടെ അനുദിന ജീവിതത്തിൽ പലതരം ജീവിത സാഹചര്യങ്ങളെ നമ്മൾ നേരിടുമ്പോൾ മനസ്സിൽ സമ്മിശ്രങ്ങളായ വികാരങ്ങൾ ഉളവാകുക സ്വാഭാവികമാണ്. ദുഃഖം, സന്തോഷം, ആത്മവിശ്വാസം, നിരാശ, ധൈര്യം, ഭയം തുടങ്ങിയ വികാരങ്ങൾ നമ്മെ സ്വാധീനിക്കാറുണ്ട്. ദുഃഖം നമുക്ക് ഏവർക്കും ഉണ്ടാകുന്ന ഒരു അനുഭവമാണ്. അതിൻ്റെ ദൈർഘ്യം, ഏറ്റക്കുറച്ചിലുകൾ നമ്മെ വളരെയധികം സ്വാധീനിക്കുന്നു. പലതരം ദുഃഖങ്ങളുണ്ട്. മരണം, സാമ്പത്തിക പ്രതിസന്ധി, ജോലിയില്ലാത്തതിൻ്റെ, അവസരങ്ങൾ നഷ്ടപ്പെട്ടതിൻ്റെ, ഇങ്ങനെ രോഗങ്ങൾ, ഇങ്ങനെ പല കാരണങ്ങളാൽ ദുഃഖം നമുക്കുണ്ടാകുന്നു. എന്നാൽ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുക, വ്യക്തിബന്ധങ്ങളിൽ ഉണ്ടാകുന്ന വിള്ളലുകൾ, അകൽച്ചകൾ മൂലമുണ്ടാകുന്ന ദുഃഖത്തെക്കുറിച്ചാണ്. വ്യക്തിബന്ധങ്ങളിൽ ഉണ്ടാകുന്ന അകൽച്ചകൾ അല്ലെങ്കിൽ തെറ്റിദ്ധാരണകൾ മൂലമുണ്ടാകുന്ന ദുഃഖം. സാധാരണ ഭാഷയിൽ ഒരു ചൊല്ലുണ്ട്, ബ്ലഡ് ഈസ് തിക്കർ ദാൻ വാട്ടർ. അത്രയധികം രക്തബന്ധം ശക്തമാണ്. മാതാപിതാക്കൾ, മക്കൾ, സഹോദരി സഹോദരന്മാർ, ഭാര്യ ഭർത്താവ് തമ്മിലുള്ള ബന്ധങ്ങളൊക്കെ അത്രയധികം ശക്തവും ദൃഢവുമാകേണ്ടതാണ്. എന്നാൽ നമ്മുടെ സമീപ നാളുകളിൽ, കുടുംബ ബന്ധങ്ങളിൽ, മാതാപിതാക്കൾ മക്കൾ ബന്ധങ്ങളിൽ, സഹോദരി സഹോദരന്മാർ തമ്മിലുള്ള ബന്ധങ്ങളിൽ, ഭാര്യ ഭർത്തൃ ബന്ധങ്ങളിൽ ഒക്കെ ധാരാളം അകൽച്ചകൾ, വിള്ളലുകൾ മൂലമുണ്ടാകുന്ന ദുഃഖങ്ങൾ ഒക്കെ നമുക്കൊക്കെ വളരെയധികം സുപരിചിതമാണ്. ദുഃഖമുണ്ടാകുന്നു എന്ന് പറയുമ്പോൾ, ബന്ധങ്ങളിൽ വിള്ളലുണ്ടാകുന്നു എന്ന് പറയുമ്പോൾ അത് ഒരു പരാതിയുടെ രൂപത്തിൽ അല്ലെങ്കിൽ ഒരു പരിഭവത്തിൻ്റെ രൂപത്തിലാണ് എത്തുക. സ്നേഹത്തിൻ്റെ സ്വാധീനം കുറയുന്നു, സ്നേഹത്തിൻ്റെ ശക്തി കുറയുമ്പോഴാണ് പരാതികൾ ഉടലെടുക്കുക. വ്യക്തിബന്ധങ്ങളിൽ, കുടുംബ ബന്ധങ്ങളിൽ, സഹോദര ബന്ധങ്ങളിൽ അവഗണനയുടെ ദുഃഖമുണ്ട്, പരിഗണിക്കപ്പെടാത്തതിൻ്റെ ദുഃഖമുണ്ട്, തിരസ്കരിക്കപ്പെടുന്നതിൻ്റെ ദുഃഖമുണ്ട്, മനസ്സിലാക്കപ്പെടാത്തതിൻ്റെ ദുഃഖമുണ്ട്, അംഗീകരിക്കപ്പെടാത്തതിൻ്റെ ദുഃഖമുണ്ട്, ബഹുമാനിക്കപ്പെടാത്തതിൻ്റെ ദുഃഖമുണ്ട്. അത് ഭാര്യ ഭർത്താവ് ബന്ധം, മാതാപിതാക്കൾ മക്കൾ തമ്മിലുള്ള ബന്ധം, കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ബന്ധം, സുഹൃത്തുക്കൾ തമ്മിലുള്ള ബന്ധം, ഇവയിൽ ഈ മേൽപ്പറഞ്ഞ കാര്യങ്ങളിൽ അവഗണനയുടെയും പരിഗണനയുടെയും തിരസ്കരണത്തിൻ്റെയും മനസ്സിലാക്കപ്പെടാത്തതിൻ്റെയും അംഗീകരിക്കപ്പെടാത്തതിൻ്റെയും ബഹുമാനിക്കപ്പെടാത്തതിൻ്റെയും ഒക്കെ മേഖലകളിൽ അകൽച്ചകളും ദുഃഖങ്ങളും പരിഭവങ്ങളും പരാതികളും ഒക്കെ നമുക്ക് സുപരിചിതമായ നാളുകളാണിപ്പോൾ. സ്നേഹിക്കേണ്ടവർ തമ്മിൽ അകൽച്ചകൾ ഉണ്ടാകുമ്പോൾ, അത് ഭാര്യയും ഭർത്താവും തമ്മിൽ, സഹോദരി സഹോദരന്മാർ തമ്മിൽ, രക്തബന്ധത്തിലുള്ളവർ, അവിടെ അകൽച്ചകൾ ഉണ്ടാകുമ്പോൾ അത് മനസ്സിന് ദുഃഖം നൽകുന്നു. അങ്ങനെയുള്ള പരിഭവങ്ങളിൽ
അവഗണിക്കപ്പെടുന്ന വ്യക്തി നേരിടുന്ന അവസ്ഥ, പരിഗണിക്കപ്പെടാത്ത വ്യക്തി നേരിടുന്ന അവസ്ഥ, തിരസ്കരിക്കപ്പെടുന്ന വ്യക്തി നേരിടുന്ന അവസ്ഥ ഒരു വശത്ത്, മറുവശത്ത് അവഗണന നേരിടുന്ന വ്യക്തി, പരിഗണന ലഭിക്കാത്ത വ്യക്തി, തിരസ്കരണം നേരിടുന്ന വ്യക്തി. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? എന്തുകൊണ്ട് ഒരാൾ വേറൊരാളെ അവഗണിക്കുന്നു? എന്തുകൊണ്ട് ഒരാൾ വേറൊരാളെ തിരസ്കരിക്കുന്നു? എന്തുകൊണ്ട് ഒരാൾ വേറൊരാളെ പരിഗണിക്കുന്നില്ല? അങ്ങനെ പരിഗണിക്കപ്പെടാത്ത വ്യക്തിയുടെ അവസ്ഥ, തിരസ്കരിക്കപ്പെടുന്ന വ്യക്തിയുടെ അവസ്ഥ, ഇങ്ങനെ പുറന്തള്ളപ്പെടുന്ന അവസ്ഥകൾ ഈ രണ്ട് കൂട്ടരിലും രണ്ട് തരം സമീപനങ്ങളാണ് ഉടലെടുക്കുക. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് നമുക്ക് ചിന്തിക്കാം. നമുക്കുള്ളതേ നൽകാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ ലഘുവായ ഉത്തരം. ഏറ്റവും നിസ്സാരമായ, ഏറ്റവും ലളിതമായ ഉത്തരം ഒരാൾക്ക് ഉള്ളത് മാത്രമേ നൽകാൻ സാധിക്കുകയുള്ളൂ. ഒരാൾ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ, സുഹൃത്ത് ബന്ധത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ, പിതാവാകുമ്പോൾ, മാതാവാകുമ്പോൾ, സഹോദരനാകുമ്പോൾ, സഹോദരിയാകുമ്പോൾ, തൻ്റെ പ്രിയപ്പെട്ടവർക്ക് ചുറ്റുമുള്ളവർക്ക് അവനുള്ളതേ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അവൻ എത്രമാത്രം സ്നേഹത്തിൽ വളർന്നിട്ടുണ്ടോ അത്രമാത്രമേ അവൾക്ക്, തൻ്റെ ജീവിത പങ്കാളിക്ക്, മക്കൾക്ക്, സഹോദരങ്ങൾക്ക്, മാതാപിതാക്കൾക്ക് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇല്ലാത്തത് കൊടുക്കാൻ ആർക്കും സാധിക്കില്ല. ഉള്ളത് മാത്രമേ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഒരുവൾ എത്രയധികം സ്നേഹത്തിൽ വളർന്നു എന്നതിൽ മാത്രമാണ് വ്യക്തിബന്ധങ്ങളിലെ ഊഷ്മളതയും വ്യക്തിബന്ധങ്ങളിലെ മന്ദതയും ഉണ്ടാകുക. ഭാര്യ ഭർത്തൃ ബന്ധങ്ങളിൽ സ്നേഹവും അടുപ്പവും അകൽച്ചയും വിരസതയും ഒക്കെ എത്രയധികം ആ സ്നേഹത്തിൽ വളർന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. അപ്പോൾ ഉള്ളത് മാത്രമേ ഒരാൾക്ക് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ ധാരാളം സ്നേഹമുണ്ട് എന്ന് അഭിനയിക്കുന്നതൊക്കെ അധികം നേരം നിൽക്കുന്നില്ല. ഇന്നത്തെ കുടുംബങ്ങളിൽ, ഇന്നത്തെ വ്യക്തിബന്ധങ്ങളിൽ, കുടുംബ ബന്ധങ്ങളിൽ, സഹോദര ബന്ധങ്ങളിലൊക്കെ ഈ ഒരു സൗഹൃദത്തിൻ്റെ ആഴം കുറഞ്ഞു പോകുന്നത്, ദൈർഘ്യം കുറഞ്ഞു പോകുന്നത്, സ്നേഹത്തിൻ്റെ നല്ല ഒരു സംഗമത്തിന് മണിക്കൂറുകൾ കുറഞ്ഞു പോകുന്നത് എന്തുകൊണ്ടാണ്? അതിന് നമ്മൾ സുവിശേഷത്തിൽ അധിഷ്ഠിതമാക്കി നമുക്ക് രണ്ട് ഉദാഹരണങ്ങൾ വെച്ച് പറയാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ 10 കന്യകമാരുടെ ഉപമ പറയുന്നുണ്ട്. 5 പേർ വിവേകമതികളും 5 പേർ വിവേകശൂന്യകളും. 5 പേർ വിവേകമതികളായിരുന്നു. മണവാളനെ എതിരേൽക്കുവാൻ വിളക്കിനോടൊപ്പം അവർ എണ്ണ കരുതിയിരുന്നു. മറ്റ് 5 പേർ വിളക്കിനോടൊപ്പം ആവശ്യമുണ്ടായേക്കാവുന്ന എണ്ണ കരുതിയിരുന്നില്ല. അപ്പോൾ ജീവിതമാകുന്ന യാത്രയിൽ വിവാഹമെന്ന ഉത്തരവാദിത്വം ഏറ്റെടുക്കുമ്പോൾ, വിവാഹ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമ്പോൾ, പിതൃത്വത്തിലേക്കും മാതൃത്വത്തിലേക്കുമുള്ള ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുമ്പോൾ, സുഹൃത്ത് ബന്ധങ്ങളിൽ ഉള്ള ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുമ്പോൾ, സഹോദര സഹോദരി ബന്ധങ്ങളിലെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുമ്പോൾ, സൗഹൃദത്തിൻ്റെ മൈൽ ദൂരം എത്രയധികം സഞ്ചരിക്കേണ്ടതുണ്ടോ അതനുസരിച്ച് സ്നേഹം നമ്മൾ കരുതിയില്ല എങ്കിൽ, സ്നേഹത്തിൽ നമ്മൾ രൂപപ്പെട്ടില്ല എങ്കിൽ ആ ബന്ധങ്ങൾ അധികം നാൾ നിൽക്കുന്നതല്ല. അവിടെ പരാതികൾ, സ്നേഹം ശുഷ്കമാകുന്നു, പരാതികൾ ഉടലെടുക്കുന്നു, വ്യക്തിബന്ധങ്ങളിൽ അകൽച്ചകൾ ഉണ്ടാകുന്നു, മനസ്സ് ദുഃഖത്തിലേക്ക്, വിരസതയിലേക്ക് ഒക്കെ രൂപാന്തരപ്പെടുകയാണ്. വീണ്ടും നമ്മൾ സുവിശേഷത്തിൽ കാണുന്നു, ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 5-ാം വാക്യത്തിൽ, നിങ്ങൾക്ക് ഒരു സ്നേഹിതനുണ്ടെന്ന് കരുതട്ടെ, അർദ്ധരാത്രി
അവൻ്റെ അടുത്ത് ചെന്ന് അവൻ പറയുന്നു, സ്നേഹിത, എനിക്ക് 3 അപ്പം വായ്പ തരിക. ഒരു സ്നേഹിതൻ യാത്രാമധ്യേ എൻ്റെ അടുക്കൽ വന്നിരിക്കുന്നു, അവന് കൊടുക്കുവാൻ എനിക്കൊന്നുമില്ല. അപ്പോൾ അവൻ്റെ സ്നേഹിതൻ അകത്തുനിന്ന് മറുപടി പറയുന്നു, എന്നെ ഉപദ്രവിക്കരുത്, കതക് അടച്ചു കഴിഞ്ഞു, എൻ്റെ കുഞ്ഞുങ്ങളും എൻ്റെ കൂടെ കിടക്കയിലാണ്, എഴുന്നേറ്റ് നിനക്കൊന്നും തരാൻ സാധിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, അവൻ സ്നേഹിതനാണ് എന്നതിൻ്റെ പേരിൽ അവനൊന്നും കൊടുക്കാനില്ലെങ്കിൽ തന്നെ നിർബന്ധ നിമിത്തം എഴുന്നേറ്റ് അവന് വേണ്ടത് നൽകും. സ്നേഹം നമ്മെ നിർബന്ധിക്കുകയാണ് നൽകുവാൻ. സ്നേഹം നമ്മെ നിർബന്ധിക്കുകയാണ് മറ്റുള്ളവർക്ക് ലഭ്യമാകുവാൻ. സ്നേഹം നമ്മെ നിർബന്ധിക്കുകയാണ് മറ്റുള്ളവരിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ. ഈ സ്നേഹത്തിൻ്റെ നിർബന്ധം, ഈ സ്നേഹത്തിൻ്റെ രൂപാന്തരീകരണം നമ്മിൽ ഇല്ലാതെ പോകുന്നത് നമ്മൾ വിവേകശൂന്യകളാകുന്നതിന് തുല്യമാകുന്നു. നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് അകലം പാലിക്കുവാൻ എന്ന സമീപനം സ്വീകരിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. അപ്പോൾ ഒരുവന് ഉള്ളതേ അവന് നൽകാൻ സാധിക്കുകയുള്ളൂ, ഒരുവൾക്ക് ഉള്ളതേ അവൾക്ക് നൽകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ യേശുവിൻ്റെ വ്യക്തിത്വത്തിലേക്ക് നമ്മൾ രൂപപ്പെടുമ്പോൾ നമ്മൾ സ്നേഹത്തിൽ വളരുകയാണ്. യേശുവിൻ്റെ വ്യക്തിത്വത്തിൽ നമ്മൾ ധ്യാനിക്കുമ്പോൾ, യേശുവിൻ്റെ അനുസരണയിൽ നമ്മൾ ധ്യാനിക്കുമ്പോൾ, യേശുവിൻ്റെ ക്ഷമയിൽ നമ്മൾ ധ്യാനിക്കുമ്പോൾ, യേശുവിൻ്റെ എളിമയിൽ നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മൾ സ്നേഹത്തിൽ വളരുകയാണ്. നമ്മൾ മറ്റുള്ളവരിലേക്ക് വളരുകയാണ്. സ്നേഹം നമ്മെ നിർബന്ധിക്കുന്ന സാഹചര്യങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കലിലേക്ക് നമ്മൾ വളരുകയാണ്. അങ്ങനെ നല്ല ഭർത്താവാകാനും, നല്ല ഭാര്യയാകാനും, നല്ല അപ്പനാകാനും, നല്ല അമ്മയാകാനും, നല്ല സഹോദരനാകാനും, നല്ല സഹോദരിയാകാനും, നല്ല സുഹൃത്താകുവാനുമുള്ള സ്നേഹത്തിൻ്റെ വെല്ലുവിളികൾ നിർബന്ധിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുവാൻ നമ്മെ പ്രാപ്തരാക്കുന്നു. ഇതിൻ്റെ അഭാവം നമ്മൾ മറ്റുള്ളവരിൽ നിന്നുള്ള അകൽച്ചയാണ്. നേരത്തെ പറഞ്ഞതുപോലെയുള്ള പലതരം അവഗണനകൾ, പരിഗണനയില്ലായ്മ, തിരസ്കരണങ്ങൾ, മനസ്സിലാക്കപ്പെടാത്തതിൻ്റെ അവസ്ഥ, ആദരിക്കപ്പെടാത്തതിൻ്റെ അവസ്ഥ, ഇതെല്ലാം ഉടലെടുക്കുന്നത് സ്നേഹം നമ്മിൽ രൂപപ്പെടാതിരിക്കുമ്പോഴുണ്ടാകുന്നതാണ്. അപ്പോൾ എപ്പോഴെല്ലാം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സ്നേഹം യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴവും വീതിയും അതിൻ്റെ സമൃദ്ധിയിൽ രൂപപ്പെടുന്നുവോ അതനുസരിച്ച് ആ വ്യക്തി മറ്റു വ്യക്തികളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ സാധിക്കുന്നു. അവിടെ സമർപ്പണമാണ്, അവിടെ ത്യാഗമാണ്, അവിടെ വിട്ടുവീഴ്ചയാണ്, അവിടെ ലഭ്യതയാണ്, അവിടെ സഹകരണമാണ്, അവിടെ മനസ്സിലാക്കലാണ്, അവിടെ ആദരിക്കലാണ്, അവിടെ അംഗീകരിക്കലാണ്. അപ്പോൾ യേശുവിൻ്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു ചെറുതാകാൻ. യേശുവിൻ്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു 2 മൈൽ ദൂരം കൂടി നടക്കുവാൻ. അപ്പോൾ സുവിശേഷത്തിൻ്റെ എല്ലാം സാരാംശം, ആകത്തുക, യേശുവിൻ്റെ സ്നേഹത്തിൽ നമ്മൾ ലയിക്കുമ്പോൾ മറ്റുള്ളവരിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധിക്കും. എത്രയധികം ആഴമായ സമർപ്പണം ആവശ്യമാണ് കുടുംബജീവിതത്തിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ. എന്നാൽ ഇന്നത്തെ കുടുംബങ്ങളിൽ, ഇന്നത്തെ വ്യക്തിബന്ധങ്ങളിൽ, ഇന്നത്തെ സഹോദര ബന്ധങ്ങളിൽ ഒക്കെ എന്തുകൊണ്ടാണ് വിള്ളലുകൾ ഉണ്ടാകുക, അകൽച്ചകൾ ഉണ്ടാകുക? മുൻപൊക്കെ നമ്മുടെ നാടുകളിലും കുടുംബങ്ങളിലും ഉണ്ടായിരുന്ന ആ കുടുംബ അംഗങ്ങൾ തമ്മിലുള്ള അടുപ്പം ഇന്ന് എന്തുകൊണ്ട് ഇല്ലാതാകുന്നു? നമ്മൾ യേശുവിൻ്റെ സ്നേഹത്തിൽ നമ്മെ രൂപപ്പെടുവാൻ നമ്മൾ അനുവദിക്കുന്നില്ല, നമ്മൾ നിന്നു കൊടുക്കുന്നില്ല, നമ്മൾ നമ്മുടെ മനസ്സിനെ തുറന്നു കൊടുക്കുന്നില്ല. ആയതിനാൽ നമുക്കുള്ളതേ നൽകാൻ സാധിക്കുകയുള്ളൂ. യേശുവിൻ്റെ സ്നേഹത്തിൽ എനിക്ക് അധികം ദൂരം നടക്കാൻ സാധിക്കുന്നില്ല. വിവേകമില്ലാത്ത കന്യകമാർ അല്പനേരത്തേക്ക് മാത്രമാണ് എണ്ണ കരുതിയത്, അല്പനേരം മാത്രമേ അവർക്ക് വെളിച്ചം നൽകാൻ സാധിക്കുകയുള്ളൂ. കുടുംബജീവിതത്തിൽ ഭാര്യ ഭർത്തൃ ബന്ധം അല്പനാളാണ് ഇപ്പോൾ നിൽക്കുക. അല്പനാളെ അവർക്ക് പ്രകാശം പരത്താൻ സാധിക്കുന്നുള്ളൂ, സ്നേഹം പകരാൻ സാധിക്കുന്നുള്ളൂ. സഹോദര ബന്ധങ്ങളിൽ അധികം നാൾ നീണ്ടുപോകുന്നില്ല. വ്യക്തിബന്ധങ്ങളിൽ, കുടുംബ ബന്ധങ്ങളിൽ, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധങ്ങളിലെല്ലാം ധാരാളം അകൽച്ചകൾ സംഭവിക്കുന്നുവെങ്കിൽ അവിടെ കാതലായത് യേശുവിൻ്റെ സ്നേഹത്തിൽ നമ്മുടെ
ആന്തരിക മനോഭാവം രൂപപ്പെടുവാൻ നമ്മളെ തന്നെ നൽകുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഏതൊരു വ്യക്തി യേശുവിനെ ധ്യാനിക്കുന്നുവോ, യേശുവിനെ സ്നേഹിക്കുന്നുവോ, അവൻ്റെ സ്നേഹം ഒപ്പിയെടുക്കാൻ ആഗ്രഹിക്കുന്നു, യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴവും വീതിയും അനുഭവിക്കുവാൻ, രൂപപ്പെടുവാൻ തന്നെ വിട്ടുകൊടുക്കുന്നുവോ, അങ്ങനെയുള്ള വ്യക്തികൾക്ക് മാത്രമേ കാത്തിരിക്കാനും വിട്ടുവീഴ്ച ചെയ്യാനും എളിമപ്പെടാനും മറ്റുള്ളവരിലേക്ക് ഇറങ്ങിച്ചെല്ലാനും ക്ഷമിക്കുവാനുമൊക്കെ സാധിക്കുകയുള്ളൂ. ഈ യേശുവിൻ്റെ മൂല്യങ്ങളിലാണ് നമ്മൾ ഓരോരുത്തരും രൂപപ്പെടേണ്ടത്. അപ്പോൾ യേശുവിൻ്റെ മൂല്യങ്ങളിൽ, യേശുവിൻ്റെ സംസ്കാരങ്ങളിൽ നമ്മൾ ഓരോരുത്തരും, അതാണ് ദൈവരാജ്യ മൂല്യങ്ങൾ, ദൈവരാജ്യത്തിൻ്റെ മൂല്യങ്ങളിൽ നമ്മൾ ഓരോരുത്തരും ആഴപ്പെടുമ്പോൾ നമുക്ക് നഷ്ടപ്പെടലിൻ്റെ സംസ്കാരം എടുക്കാൻ സാധിക്കും, നൽകലിൻ്റെ സംസ്കാരം കൊടുക്കുവാൻ സാധിക്കും, ലഭ്യതയുടെ സംസ്കാരത്തിൽ ജീവിക്കാൻ സാധിക്കും. ഭാര്യയും ഭർത്താവും തമ്മിൽ നഷ്ടപ്പെടാനുള്ള ഒരു സംസ്കാരം വളർത്തിയെടുക്കണം. ലഭ്യത, ഭാര്യയ്ക്ക് ഭർത്താവിനെയും ഭർത്താവിന് ഭാര്യയെയും ലഭ്യമാകുന്ന സമയം, ഐക്യം, സ്വയം നൽകുന്ന, ഭർത്താവ് ഭാര്യയ്ക്കും ഭാര്യ ഭർത്താവിനും സ്വയം നൽകുന്ന ഒരു സ്നേഹത്തിൻ്റെ സംസ്കാരം നമ്മൾ യേശുവിൻ്റെ സ്നേഹത്തിൽ രൂപപ്പെടുത്തണം. ഇത് തന്നെ ഇതിൻ്റെ പല പതിപ്പുകളായി മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധം, സഹോദരി സഹോദരന്മാർ തമ്മിലുള്ള ബന്ധം, ഇവിടെയൊക്കെ ഒരു ലഭ്യതയുടെ, ഒരു നഷ്ടപ്പെടലിൻ്റെ സംസ്കാരം, നൽകലിൻ്റെ സംസ്കാരം നമ്മൾ വളരാൻ തുടങ്ങുമ്പോൾ യേശു ആവശ്യപ്പെടുന്നത് പോലെ 1 മൈൽ ദൂരം നിന്നോട് ആവശ്യപ്പെടുന്നവനോട് 2 മൈൽ ദൂരം നീ സഞ്ചരിക്കുകയാണ്. നമ്മുടെ തന്നെ ജീവിതം എടുക്കുക. നമ്മുടെ തന്നെ മാതാപിതാക്കൾ നമ്മളെ എത്രയധികം ഈ നൽകലിലൂടെയും ഈ നഷ്ടപ്പെടലിലൂടെയും ഈ ലഭ്യതയിലൂടെയുമാണ് നമ്മളെ വളർത്തിയത്. അപ്പോൾ യേശുവിൻ്റെ സ്നേഹത്തിൽ സമ്പന്നരാകുവാനാണ് നമ്മൾ വിളിക്കപ്പെട്ടത്. യേശുവിൻ്റെ സ്നേഹത്തിൽ സമ്പന്നരാകാൻ നമ്മൾ സമ്പന്നരാകുന്നതനുസരിച്ച് നമുക്ക് മറ്റുള്ളവരിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനും, മറ്റുള്ളവരെ കേൾക്കുവാനും, മറ്റുള്ളവരെ ക്ഷമിക്കുവാനും, മറ്റുള്ളവരെ ബഹുമാനിക്കുവാനും ആദരിക്കുവാനും വളർത്തുവാനും നമുക്ക് സാധിക്കും. അപ്പോൾ വലിയൊരു തത്വം ഇതാണ്, നമുക്കുള്ളത് മാത്രമേ നൽകാൻ സാധിക്കുകയുള്ളൂ. നമുക്കുള്ളത് മാത്രമേ നൽകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ യേശുവിൻ്റെ പ്രകാശം നമ്മെ സ്വാധീനിക്കണം. ലൂക്കായുടെ സുവിശേഷം വീണ്ടും 11-ാം അധ്യായത്തിൽ കണ്ണ് ശരീരത്തിൻ്റെ വിളക്കാണ്. യേശു പറയുന്നു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്, എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ലെന്ന്. കണ്ണ് ശരീരത്തിൻ്റെ വിളക്കാണ്. നിൻ്റെ മനോഭാവം എപ്രകാരമാണ് അതനുസരിച്ച് നിൻ്റെ ജീവിതം പ്രകാശിക്കും, നിൻ്റെ ജീവിതം പ്രകാശമില്ലാതെ ഇരുട്ടാകും. അപ്പോൾ യേശുവിൻ്റെ ഈ മൂല്യങ്ങളിൽ രൂപപ്പെടുന്ന വ്യക്തിക്ക് നൽകാൻ സാധിക്കും, കൊടുക്കുവാൻ സാധിക്കും, ലഭ്യമാകുവാൻ സാധിക്കും, നഷ്ടപ്പെടുത്തുവാൻ സാധിക്കും, ക്ഷമിക്കുവാൻ സാധിക്കും, ആദരിക്കുവാൻ സാധിക്കും, രമ്യതപ്പെടുവാൻ സാധിക്കും, ഒരുമയിൽ ജീവിക്കാൻ സാധിക്കും, പൊരുത്തത്തിൽ ജീവിക്കാൻ സാധിക്കും, ഉൾക്കൊള്ളുവാൻ സാധിക്കും, അംഗീകരിക്കുവാൻ സാധിക്കും. അവിടെ വളരുകയാണ്. തനിച്ചല്ല, എല്ലാവരും ഒരുമിച്ച്. അത്തരത്തിലുള്ള ഒരു സ്നേഹത്തിൻ്റെ സംസ്കാരമാണ് ഈശോ നമുക്ക് നൽകിയത്. അപ്പോൾ ഞാൻ ഈ ലോകം മുഴുവൻ നേടിയാലും യേശുവിനെ നേടിയില്ലെങ്കിൽ എനിക്കെന്ത് പ്രയോജനം? വിരസത മാത്രം. അതാണ് ആദ്യമേ സൂചിപ്പിച്ചത്. നമ്മുടെ മനസ്സിൻ്റെ ദുഃഖങ്ങളിൽ, വ്യക്തിബന്ധങ്ങളിൽ ഉണ്ടാകുന്ന അകൽച്ചകൾ നൽകുന്ന ദുഃഖം, ബാക്കിയൊക്കെ നമുക്കുണ്ടെങ്കിലും വ്യക്തിബന്ധങ്ങളിൽ, ഭാര്യ ഭർത്തൃ ബന്ധങ്ങളിലുള്ള അകൽച്ച, സഹോദരി സഹോദരന്മാർ തമ്മിലുള്ള അകൽച്ച, രക്തബന്ധമുള്ളവർ തമ്മിലുള്ള അകൽച്ച, അത് നൽകുന്ന വേദന, അത് നൽകുന്ന നിസ്സഹായ അവസ്ഥ, അതിലൂടെ ഉടലെടുക്കുന്ന വേർപിരിയൽ, അതിലൂടെ ഉടലെടുക്കുന്ന അകൽച്ചകൾ വളരെ ദൗർഭാഗ്യകരമാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, നമുക്കുള്ളതേ നൽകാൻ സാധിക്കുകയുള്ളൂ എങ്കിൽ യേശുവിനെ നമ്മൾ
സ്വീകരിക്കുമ്പോൾ, യേശുവിൽ നമ്മൾ ധ്യാനിക്കുമ്പോൾ, യേശുവിൻ്റെ നഷ്ടപ്പെടലിനെ നമ്മൾ സ്വീകരിക്കുമ്പോൾ, യേശുവിൻ്റെ ശുശ്രൂഷയെ നമ്മൾ സ്വീകരിക്കുമ്പോൾ അത് മറ്റുള്ളവരിലേക്ക് വളരുവാൻ നമ്മെ സഹായിക്കുന്നു. സ്വയം നഷ്ടപ്പെടുത്തുവാൻ നമ്മളെ സഹായിക്കുന്നു. മനുഷ്യപുത്രൻ മോചനദ്രവ്യമായി ശുശ്രൂഷിക്കുവാൻ, മോചനദ്രവ്യമായി സ്വയം നൽകുകയാണ് മറ്റുള്ളവർക്ക് വേണ്ടി. അതുകൊണ്ട് തന്നെയാണ് ഈശോ പറഞ്ഞത്, ജീവൻ നൽകുവാനും അത് സമൃദ്ധിയായി നൽകുവാനുമായിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ ഈ ജീവൻ്റെ സംസ്കാരം, ഈ സ്നേഹത്തിൻ്റെ മൂല്യം, ഈ വളർത്തലിൻ്റെ, ഈ ആദരിക്കലിൻ്റെ സംസ്കാരം നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കണം. അത് നമ്മുടെ വ്യക്തിബന്ധങ്ങളിലും കുടുംബ ബന്ധങ്ങളിലും കൂടുതൽ വളരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അതിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. അപ്പോൾ യേശുവിൻ്റെ സ്നേഹത്തിൽ വളരുമ്പോൾ നമുക്ക് എല്ലാവരെയും ഉൾക്കൊള്ളാൻ സാധിക്കും, എല്ലാവരെയും ബഹുമാനിക്കാൻ സാധിക്കും, എല്ലാവരെയും സൗഖ്യപ്പെടുത്താൻ സാധിക്കും. യേശുവിൻ്റെ സ്നേഹം എവിടെയൊക്കെ ഇല്ല അവിടെയൊക്കെ മുറിവുകളുണ്ട്, അവിടെയൊക്കെ പരിക്കുകളുണ്ട്, അവിടെയൊക്കെ പരാതികളുണ്ട്, അവിടെയൊക്കെ പരിഭവങ്ങളുണ്ട്. അപ്പോൾ യേശുവിൻ്റെ സ്നേഹത്തിൽ ഒരുവൾ ശക്തി പ്രാപിക്കുമ്പോൾ എവിടെയെല്ലാം തിരസ്കരണങ്ങളുണ്ടായാലും, എവിടെയെല്ലാം അവഗണനയുടെ നൊമ്പരങ്ങളുണ്ടായാലും, എനിക്ക് വേണ്ടി മുറിവേറ്റപ്പെട്ടവൻ്റെ മുറിവുകളിൽ നിന്നും ശക്തി സ്വീകരിച്ചുകൊണ്ട് അവഗണന നൽകിയവരെ അംഗീകരിക്കുവാനും പരിഗണിക്കാത്തവരെ പരിഗണിക്കാനും ഒക്കെ എനിക്ക് സാധിക്കും. അപ്പോൾ മറ്റുള്ളവരിലേക്ക് എനിക്ക് എത്ര ദൂരം ഇറങ്ങാൻ സാധിച്ചു എന്നത് ഞാൻ എത്രയധികം യേശുവിൻ്റെ സ്നേഹത്തിൽ വളർന്നു എന്നതിനെ ആശ്രയിച്ച് മാത്രമായിരിക്കും. വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ്, നമുക്ക് ഉള്ളത് മാത്രമേ നൽകാൻ സാധിക്കുകയുള്ളൂ. ഞാൻ യേശുവിൽ ബഹുദൂരം വളർന്നുവെങ്കിൽ എനിക്ക് ബഹുദൂരം മറ്റുള്ളവരിലേക്ക് ഇറങ്ങി ചെല്ലാൻ സാധിക്കും. ബഹുദൂരം മറ്റുള്ളവനോടൊത്ത് 2, 3, 4 മൈൽ നടക്കാൻ എനിക്ക് സാധിക്കും. ഞാൻ യേശുവിനോട് അധികം വളർന്നിട്ടില്ല എങ്കിൽ ഒരു മിന്നാമിന്നിങ് പോലെ മാത്രമായിരിക്കും എന്നിലുള്ള ആത്മീയ ജീവൻ. അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ ലോകപ്രസിദ്ധമായ സമാധാന പ്രാർത്ഥനയുടെ സാരാംശവും മറ്റൊന്നുമല്ല, എന്നെ അങ്ങയുടെ സമാധാനത്തിൻ്റെ ഒരു ഉപകരണമാക്കണമേ എന്നുള്ളതാണ്. മറ്റുള്ളവരിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനാണ് ദൈവത്തോട്, യേശുവിനോട് ചേർന്ന് നിൽക്കുന്നവരെല്ലാം പ്രാർത്ഥിക്കുക. അപ്പോൾ മറ്റുള്ളവരിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ നമ്മൾ ഓരോരുത്തരും പരിശോധിക്കുക, എനിക്ക് ഇനി എത്ര ദൂരം യേശുവിങ്കിലേക്കുണ്ട്, എൻ്റെ സഹോദരനിലേക്ക് ഇനി എത്ര ദൂരമുണ്ട് എന്നുള്ളത്. അപ്പോൾ എൻ്റെ സഹോദരനിലേക്ക് ഇനിയും എനിക്ക് ബഹുദൂരം പോകാനുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഞാൻ യേശുവിങ്കിലേക്ക് ബഹുദൂരം ഇനിയും വളരുവാനുണ്ട് എന്നുള്ളതാണ്. യേശുവിൻ്റെ ക്ഷമയിൽ, യേശുവിൻ്റെ സ്നേഹത്തിൽ ഇനിയും ഞാൻ ബഹുദൂരം സഞ്ചരിക്കാനുണ്ടെന്നുള്ളതാണ്. യേശുവിൻ്റെ സ്നേഹത്തിൽ ആന്തരിക മനുഷ്യൻ്റെ രൂപാന്തരീകരണത്തിലൂടെ നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറുന്നു, നമ്മൾ സ്വയം ദാനമാകുന്നു, എല്ലാം നഷ്ടപ്പെടുത്തുന്നു. ഈ നഷ്ടപ്പെടുത്തലിലൂടെ നമ്മൾ വീണ്ടെടുക്കുകയാണ്, ദൈവരാജ്യം വീണ്ടെടുക്കുകയാണ്, ലോകം മുഴുവൻ വീണ്ടെടുക്കുകയാണ്, ജീവൻ്റെ പ്രകാശത്തിൻ്റെ ക്ഷമയുടെ സംസ്കാരം നമ്മൾ നൽകുകയാണ്. അപ്പോൾ ഈശോ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, എന്നെപ്രതി ആരെങ്കിലും സ്വയം നഷ്ടപ്പെടുത്തുന്നവൻ അവൻ 100 മടങ്ങായി ലഭിക്കുകയാണ്. സ്നേഹം ലഭിക്കുകയാണ്, സമാധാനം ലഭിക്കുകയാണ്, സംതൃപ്തി ലഭിക്കുകയാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ യേശുവിനെ മറന്ന് മറ്റെല്ലാം നേടുവാൻ വ്യഗ്രത കാണിക്കുമ്പോൾ നമ്മൾ എങ്ങും എത്തുന്നില്ല എന്നുള്ളതാണ് സത്യം. എന്നാൽ കാലഘട്ടത്തിൻ്റെ സംസ്കാരത്തെ അതിജീവിച്ചുകൊണ്ട് യേശുവിൻ്റെ മൂല്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തുമ്പോൾ നമ്മുടെ വ്യക്തിബന്ധങ്ങളിൽ, കുടുംബ ബന്ധങ്ങളിൽ ഈ ദൈവീക മൂല്യങ്ങൾ ഉൾക്കൊള്ളുമ്പോൾ സഹോദര സ്നേഹത്തെ പ്രതിയുള്ള നഷ്ടപ്പെടുത്തലുകൾ, സഹോദര സ്നേഹത്തെ പ്രതിയുള്ള ലഭ്യത, ഭാര്യ ഭർത്തൃ സ്നേഹത്തെ പ്രതിയുള്ള വിശ്വസ്തത, ഭാര്യ ഭർത്തൃ ബന്ധത്തെക്കുറിച്ചുള്ള നഷ്ടപ്പെടുത്തലുകളിലൂടെ നമ്മുടെ കുടുംബം ദൈവം ആഗ്രഹിക്കുന്ന ചൈതന്യത്തിലേക്ക് രൂപപ്പെടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പറിച്ച് നടപ്പെടുന്ന ഒരു തുറവി ഞങ്ങൾക്കുണ്ടാവട്ടെ. അതുവഴി സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്ന 2 മൈലും 3 മൈലും ദൂരം നടക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും ആമേൻ.
ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇമെയിലിലൂടെ ഞങ്ങളെ അറിയിക്കുക. purappad.uae@gmail.com. പരിശുദ്ധാത്മവരങ്ങളാലെന്നും ഹൃദയത്തിനകതാരു നിറയ്ക്കും യാത്ര. മേഘത്തണലായി അഗ്നിനാളമായി പാത തെളിക്കും സ്നേഹത്തിൻ പുതുയാത്ര.